നമ്മളെല്ലാം ഞെട്ടിക്കുക മാത്രമല്ല, നമ്മളെല്ലാം കണ്ണീരണിയിച്ചൊരു സംഭവമാണ് പഹൽഗാമിൽ നടന്ന ഈ കൂട്ടക്കൊല. അതായത് ഈ അച്ഛനെ മകളുടെ മുൻപിലിട്ട് വെടിവെച്ചു പോകുന്ന സംഭവം വിവരിക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ കുടുംബനാഥനെ നഷ്ടപ്പെട്ട് ആ ദുഃഖം അണമുട്ടി ഒഴുകുമ്പോഴുള്ള ആ അലർച്ച കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ ആരുടെ കണ്ണാണ് ഒന്ന് നനയാത്തത്? ഞാൻ ഫെലിക്സ്. മൊമെന്റ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് നാളുകളായി ഇത്തരത്തിലൊരു ഒരു തീവ്രവാദികളുടെ ഒരു അറ്റാക്കൊക്കെ നമ്മൾ കാശ്മീരിൽ കണ്ടിട്ട് കുറച്ച് നാളായി. അത് കൃത്യമായി പറഞ്ഞാൽ ഈ കാശ്മീർ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക പദവി, അതായത് ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിന് ശേഷമുള്ളൊരു മാറ്റമായിരുന്നു അത്. അതായത് ഇന്ത്യയുടെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ഒരു സംസ്ഥാനം, ടൂറിസ്റ്റുകളുടെ ഒരു പ്രിയപ്പെട്ട നഗരം. ഈ കാശ്മീരിലെ പ്രശ്നം എന്താണ്? കാശ്മീരിലെ യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു ജനതയാണ് ഇതുവരെ അവിടെ ഉണ്ടായിരുന്നത്. അതായത് പാകിസ്ഥാന്റെ അനാവശ്യമായിട്ടുള്ള ചില രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ടുള്ള ഒരു ഇടപെടൽ, അവരുടെ ഇടയിലുണ്ടായ ഒരു ഇടപെടൽ, ഇവര് ഞങ്ങളാണ് നിങ്ങളുടെ രക്ഷകർ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് അവിടുത്തെ ജനങ്ങളെ, ഇന്ത്യയെ വെറുക്കാനും ഇന്ത്യയിലെ ജനങ്ങളെ വെറുക്കാനുമാണ് ഇതുവരെ അവർ പഠിപ്പിച്ചിരുന്നത്. ഈ ആർട്ടിക്കിൾ 370 അനുസരിച്ച് കാശ്മീർ ചില പ്രത്യേക അധികാരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ കാശ്മീർ എന്നും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. അതിൽ ആർക്കും ഒരു സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനു മുമ്പ് തീവ്രവാദികൾ ആക്രമിച്ചിരുന്നത് നമ്മുടെ പട്ടാളത്തെയായിരുന്നു. ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിവിലിയൻ അറ്റാക്ക്. അത് 26 പേരാണ് അതിൽ കൊല്ലപ്പെട്ടത്. അതിപ്പോൾ ഒരാളാണ് കൊല്ലപ്പെട്ടതെങ്കിലും അത് നമുക്ക് ദുഃഖമുണ്ടാക്കുന്ന, ഞെട്ടലുണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. ഈ ഒരു സംഭവം നടന്നപ്പോൾ ഈ ദുഃഖം പങ്കുവെച്ചുകൊണ്ട്, ഞെട്ടൽ രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ മാധ്യമങ്ങളും, രാജ്യത്തുള്ള എല്ലാ മാധ്യമങ്ങളെന്ന് മാത്രമല്ല ആഗോളതലത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും തന്നെ ആ സമയം തന്നെ തത്സമയം അവർ അതിന് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. പക്ഷേ ഇതൊന്നും അറിയാത്തൊരു ചാനൽ, ഇതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് പോലും തത്സമയം ചെയ്യാറുന്ന ഒരു ചാനൽ നമ്മുടെ കേരളത്തിലെ മീഡിയ വണ്ണാണ്. നമ്മൾ ഈ പണ്ടൊക്കെ വീട് വെക്കുമ്പോൾ ഈ വീടിന്റെ പാരപ്പറ്റിൽ നമ്മൾ ഈ 3 കുരങ്ങന്മാരുടെ സ്റ്റാച്ചു വെക്കും. അത് ഒന്നിങ്ങനെ കണ്ണുപൊത്തും കാറുപൊത്തും ചെയ്യും, അങ്ങനെ 3 സ്റ്റാച്ചു. അതുപോലെ ഈ ഒരു സംഭവം നടന്നിട്ട് മീഡിയ വൺ കണ്ടതുമില്ല, അറിഞ്ഞതുമില്ല, കേട്ടതുമില്ല. യഥാർത്ഥത്തിൽ ഈ ആക്രമണം നടന്നത് മുസ്ലിമിനെതിരെ ആയിരുന്നുവെങ്കിൽ നമ്മുടെ ഈ കുരങ്ങന്മാരുടെ കഥ പറഞ്ഞതുപോലെ ഈ അടുപ്പ് കൂട്ടിച്ചർച്ച, ഇവർ 3 പേരും വന്നിരുന്നുള്ള ഒരു അടുപ്പ് കൂട്ടിച്ചർച്ച എത്ര എണ്ണം കഴിയുമായിരുന്നു. ഈ ദാവൂദും റാവുത്തറും അജിൻസും ഒക്കെ വന്നിരുന്ന് വാങ്ങുന്നതും ഈ കണ്ണീര് വാർക്കുന്നതും ഒക്കെ നമുക്ക് എത്ര നമ്മൾ കാണേണ്ടി വന്നേ. ഇതിപ്പോ ഹിന്ദു അല്ലേ, ക്രിസ്ത്യാനിയല്ലേ, കാഫിറല്ലേ, അവർ ചാകേണ്ടവരാണെന്നുള്ള ഒരു എന്താ പറയുന്ന ഒരു വാചാലമായ മൗനത്തിലായിരുന്നു നമ്മുടെ ഈ ചാനൽ. അതായത് കലിമ ചൊല്ലാൻ പറഞ്ഞു, ചൊല്ലിയില്ല, വെട്ടിവെച്ച് കൊന്നു. ഇനിയിപ്പോൾ നമ്മൾ കാശ്മീരല്ലേ നമ്മൾ ടൂർ പോകുന്നത്, അതുകൊണ്ട് അവിടെ ഇങ്ങനെ കുണ്ടന്മാരെ കാണാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കലിമ പഠിച്ചേക്കാം. കലിമ പിടിച്ചിട്ട് പോലും രക്ഷയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരുടെ നിലപാട് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ കലിമ ചൊല്ലിയാലും ഒരുപക്ഷെ മുണ്ട് പൊക്കി നോക്കി ഇവൻ അറ്റം മുറിഞ്ഞവനാണോ എന്ന് നോക്കി വെടിവെച്ചു പോയി. അങ്ങനെയുള്ള സംഭവം നമ്മുടെ രാജ്യത്ത് ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. ഇതിനെയൊക്കെ വിമർശിക്കേണ്ടതാണ്, അപലപിക്കേണ്ടതാണ്. ഇത് തന്നെയാണ് രാജ്യത്തുള്ള എല്ലാ ചാനലുകളും ചെയ്തത്. പക്ഷേ മീഡിയ വണ്ണിന് അങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ. കാരണം ഇതൊക്കെ ഞമ്മന്റെ ആൾക്കാരല്ലേ, നമ്മൾ ഇവരുടെ ഫണ്ട് പറ്റുന്നതല്ലേ. അതുകൊണ്ട് അടുപ്പ് കൂട്ടി ചർച്ചയായാലും എങ്ങനെയായാലും അങ്ങനെയൊക്കെ വന്നിരുന്ന് വിളിച്ചു പറയാൻ കഴിയുമോ? ഇത് വെച്ച് മോദിക്കെതിരെ 10 വർത്തമാനം എങ്ങനെ പറയാൻ സാധിക്കും എന്നുള്ളതായിരുന്നു നമ്മുടെ ചിന്ത. 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിലും ഇങ്ങനെ ഒരു ചിന്ത ഉദിച്ചത് നമ്മുടെ മീഡിയ വണ്ണിന് മാത്രമല്ല, ചില സുഡാപ്പി കൂട്ടങ്ങൾക്കും അത്തരം ഒരു നരേഷനുമായിട്ടാണ് ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനി നമ്മുടെ സുനിത ദേവദാസ്. ഇവിടെ കുറെ നാളായിട്ട് നമ്മൾ കേരളത്തിലൊന്നും കാണാനില്ല. എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാകിസ്ഥാനിൽ പോയി ഈ ജിഹാദികളോടൊപ്പം കൂടി പരിശീലനം കഴിഞ്ഞിട്ട് വന്നതാണോ എന്ന് എനിക്ക് ന്യായമായിട്ടൊരു സംശയം. ഇപ്പോൾ ഇങ്ങനെ ഈ ഇത്തരത്തിലുള്ളൊരു നരേഷനുമായിട്ട് ഇപ്പോൾ സുനിതയും വന്നിരിക്കുകയാണ്. സുനിത ഇങ്ങനെ സുരക്ഷാ വീഴ്ച എന്നൊക്കെ പറഞ്ഞ് നരേന്ദ്രമോദിയെ വിമർശിക്കുമ്പോൾ ആ മുഖത്ത് കാണുന്ന ഒരു തിളക്കം, ഒരു ആഹ്ലാദം, അതൊക്കെ നമ്മൾ നേരിട്ട് തന്നെ ഒന്ന് കാണണം. ഈ പ്രധാന ആരോപണം കൊറോണയ്ക്ക് ശേഷം നരേന്ദ്രമോദി ഈ മിലിറ്ററിയിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് നടത്തിയില്ല. അത് പൈസ ലാഭിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അത് ആര് ചാകുന്നവരൊക്കെ ചത്തോട്ടെ, നമുക്ക് പൈസ മതി എന്നുള്ളൊരു നിലപാടായിരുന്നു നരേന്ദ്രമോദിക്ക് എന്നാണ് ഈ സുനിതയുടെ ഒരു പ്രധാന ഒരു ആക്ഷേപം. ഭാഗ്യം എന്തായാലും അഴിമതി ആണെന്ന് പറഞ്ഞില്ല. ഇത് കുറെ നാളുകളായിട്ട് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. കുറെ നാളുകളായിട്ട് ഈ സുനിത ദേവദാസ് സ്വന്തമായി ഒരു വീഡിയോ നേരിട്ട് വന്നിരുന്ന് പറയുകയല്ല ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ അതിന് വെച്ചൊരാളെ കൊണ്ടിരുത്തിയാണ് അതായത് വീഡിയോ ചെയ്യിപ്പിക്കുന്നത്. ഞാൻ മണ്ടത്തരം പറയുന്നതിനേക്കാളും നല്ലത് മറ്റാരെങ്കിലും പറയുന്നതാണല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു ബുദ്ധി തന്നെയാണ്. അതിന് ഞാൻ കുറ്റം പറയുകയല്ല. പക്ഷെ ഇപ്പോൾ അതിന് വിരുദ്ധമായിട്ട് ഇപ്പോൾ സുനിത ഇങ്ങനെ നേരിട്ട് വന്നാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്ര ഗൗരവമുള്ളൊരു വിഷയമായതുകൊണ്ടാകാം. ഇത് ഇപ്പോൾ ഈ സുരക്ഷാ വീഴ്ച എന്ന് പറയുമ്പോൾ ഈ സുനിതയെ പോലുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ കുണ്ടന്മാർ ഇങ്ങനെ AK-47 നടക്കും, കാണുന്നവരൊക്കെ വെടിവെച്ച് വീഴ്ത്തും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ നിങ്ങൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുമായിട്ട് നടക്കണമെന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? സുനിത, പിന്നെ നീ അറിയാനായിട്ട് ഒരു കാര്യം, നമ്മുടെ ഒരു സ്വതന്ത്ര ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്.
നമ്മൾക്ക് സ്വതന്ത്രമായിട്ട് സ്വാതന്ത്ര്യത്തോട് ജീവിക്കാനും ആ സ്വാതന്ത്ര്യത്തോട് തന്നെ ഇവിടെ പോകാനും വരാനും ഒക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ട്. നമ്മുടെ രാജ്യം അത് അനുവദിച്ച് തന്നിട്ടില്ലേ? അതിനല്ലേ നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നു. ഇത് നമ്മുടെ സുരക്ഷാ വീഴ്ച എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന നിന്റെ അവസ്ഥയും ഇതൊന്നും വ്യത്യസ്തമായിരിക്കില്ല. നീ ഇതുപോലെ ഏതെങ്കിലും കുണ്ടന്മാരുടെ മുമ്പിൽ ചെന്ന് പെട്ടാൽ, ഞാൻ ഇങ്ങനെ സുഡാപ്പിയാണ്, ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്ന ഒരാളാണെന്ന് പറയാനുള്ള സമയമൊന്നും നിനക്ക് അനുവദിച്ച് കിട്ടില്ല. നിന്റെ പേര് പറയാനുള്ള സമയം മാത്രമേ നിനക്കുണ്ടാവും. അത് സുനിത എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് തന്നെ നിന്റെ തല അവർ ചെറിയും. ഇപ്പോ മോദി ഈ കൊറോണയ്ക്ക് ശേഷം റിക്രൂട്ട്മെന്റ് നടത്താത്തതാണോ എന്റെ പ്രശ്നം, അതോ മോദി ആരെങ്കിലും പൈസ ലാഭിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്റെ പ്രശ്നം? അതായത് നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പ്രതിരോധ ബഡ്ജറ്റിന്റെ 90% പാകിസ്ഥാന്റെ ബോർഡറും ചൈനയുടെ ബോർഡറും കാക്കാൻ വേണ്ടി ചിലവഴിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വന്നിരുന്നുവെങ്കിൽ, ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം നമുക്ക് ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യം എവിടെ എത്തുമായിരുന്നുവെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നന്നായിരിക്കും. ഇനി നിനക്ക് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഒക്കെ ചെയ്യാം. നിനക്ക് ഇതിനെക്കുറിച്ച് വലിയ ബോധ്യമില്ലെങ്കിൽ അങ്ങനെ ബോധ്യമുള്ള ആരെങ്കിലും കൊണ്ടിരുത്തി ഒരു വീഡിയോ ചെയ്യിപ്പിച്ചാലും മതി. നിന്റെ പ്രശ്നം എന്താണെന്നറിയാം, ഈ സുഡാപ്പി സ്നേഹം മൂത്തു പോയതാണ് നിന്റെ പ്രശ്നം. അവിടെ ഒരു പഹൽഗാമിൽ ഒരു അറ്റാക്ക് നടന്നു, 26 പേരെ നിഷ്കരണം വെടിവെച്ച് കൊന്നു. ഇത് സുരക്ഷാ വീഴ്ചയാണ്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ ഗൂഢാലോചന ഉണ്ട് എന്നൊക്കെ നീയൊക്കെ വന്നിരുന്ന് പറയുമ്പോൾ നിന്നെയൊക്കെ പിടിച്ചകത്തിടാത്തത്, നീയൊക്കെ ജീവിക്കുന്നത് ഇന്ത്യ ആയതുകൊണ്ടാണ് എന്നോർക്കുക. അതായത് ഇപ്പോൾ അവിടെ സന്തോഷത്തോട് കുടുംബമായിട്ടൊക്കെ കുട്ടികളുമൊക്കെ ഒത്ത് കളിച്ച് ചിരിച്ച് നടന്ന അവരുടെ മുൻപിൽ ഈ നാറികൾ പ്രത്യക്ഷപ്പെടുകയും അവരെ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തപ്പോൾ അത് തടയാൻ അവിടെ ഒരു മിലിറ്ററിയോ പോലീസോ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവരുടെ ഒരു വാദം. ശരിക്കും പറയാൻ പറ്റുന്ന ഒരു ഗുരുതരമായ ഒരു വീഴ്ച ഒക്കെയാണ്, അതിൽ സംശയമില്ല. പക്ഷെ ഇതിന് ഇവർ കൊടുക്കുന്ന ഒരു നരേഷൻ എന്ന് പറയുന്നത്, പണ്ട് പുൽവാമയിൽ ഉണ്ടായ ഒരു ട്രക്കിലുണ്ടായ ഒരു ബോംബ് സ്ഫോടനം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ ബോംബ് സ്ഫോടനത്തിൽ 40 നമ്മുടെ പട്ടാളക്കാരാണ് അന്ന് വീരമൃത്യു വരിച്ചത്. ഇത് ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ടും ചില രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദിയും ഗവൺമെന്റും കണ്ണടച്ചു എന്നാണ് അവർ പറയുന്നത്. അതുപോലെ ഒരു സംഭവമാണ് ഇപ്പോൾ പഹൽഗാമിൽ ഉണ്ടായതെന്നുള്ളതാണ് ഇവരുടെ ഒരു നരേഷൻ. അതായത് ഈ മുസ്ലിം എല്ലാം ഹിന്ദു വിരുദ്ധരാണെന്നുള്ള ഒരു നരേഷൻ കൊണ്ടുവന്ന് ഒരു വർഗീയ കലാപത്തിനുള്ള ഒരു കോപ്പ് കൂട്ടുകയായിരുന്നു ഗവൺമെന്റ് എന്നുള്ളതാണ് ഇവരുടെ ഒരു വാദം. ഇപ്പൊ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മീഡിയ വൺ ഏകദേശം ഒരു 3-4 വീഡിയോ നിരന്തരമായിട്ട് വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നരേന്ദ്രമോദിനെ ഈ ഗുരുതര വീഴ്ച, ഈ സുരക്ഷാ വീഴ്ച എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ചുകൊണ്ടുള്ള പല വീഡിയോകളും വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് അവിടത്തുള്ള കാശ്മീരി മുസ്ലിങ്ങളെ പ്രകീർത്തിക്കാനുള്ള ചില വീഡിയോസ് കൂടെ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനം എന്ന് പറയുന്നത്, അവിടെ ഈ അറ്റാക്ക് നടക്കുന്ന സമയം ഇതിന് ഇടപെടുകയും ഈ തീവ്രവാദികളെ തോക്ക് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ മറ്റൊരാളുടെ വെടിയേറ്റ് മരിക്കുകയും ചെയ്ത ഒരു രക്തസാക്ഷിയായ ഒരു മുസ്ലിമുണ്ട്. അദ്ദേഹത്തേക്ക് പ്രൊജക്ട് ചെയ്ത്, അതല്ലെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടവരെയൊക്കെ സംരക്ഷിച്ച് നിർത്തിയ അവിടുത്തെ ദേശവാസി മുസ്ലിങ്ങളെയൊക്കെ പ്രൊജക്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോകളൊക്കെയാണ് ഇപ്പോൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ ഈ ശരികളൊക്കെ നമുക്കിന്ന് കാശ്മീരിൽ കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത് ഇതാണ്. ഇന്ന് നമ്മൾ കാശ്മീരുകൾ അനുഭവിക്കുന്ന ആ സുരക്ഷാ സമാധാനം, ഈ ഒരു സ്ഥിതിവിശേഷം ഇങ്ങനെ തുടർന്നാൽ പാകിസ്ഥാൻ മുന്നോട്ട് വെക്കുന്ന തീവ്രവാദ രാഷ്ട്രീയം എന്നേക്കുമായി അവിടെ നിന്ന് തൂത്തെറിയപ്പെടും. പണ്ട് നമ്മുടെ രാജ്യത്തിന് എതിരെ ഈ അറ്റാക്കുമായിട്ട് ഈ പാകിസ്ഥാനികൾ വരുമ്പോൾ അവർക്ക് സുരക്ഷയും സംരക്ഷണവും അവിടുത്തെ ദേശവാസികൾ തന്നെ ഒരുക്കി കൊടുത്തു. മാത്രമല്ല, അവിടെ വരുന്ന തീവ്രവാദികളെ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തുകയോ നമ്മുടെ മിലിറ്ററിയോ നമ്മുടെ പോലീസോ കണ്ടെത്തിയാൽ അവരെ അറസ്റ്റ് ചെയ്യാനോ കസ്റ്റഡിയിൽ എടുക്കാൻ പോലും അന്ന് സാധിക്കുമായിരുന്നില്ല. കാരണം അവിടുത്തെ ദേശവാസികൾ തന്നെ ഇതിനെതിരെ രംഗത്ത് വരുന്ന ഒരു സ്ഥിതിവിശേഷം അന്ന് കാശ്മീരിൽ ഉണ്ടായിരുന്നു. ആ അവസ്ഥയൊക്കെ ഇന്ന് മാറിക്കഴിഞ്ഞു. ഹിന്ദു മുസ്ലിം ഒന്നാണ്, ഞങ്ങൾ ഏക സഹോദരങ്ങളാണ്, ഇവിടെ അക്രമം തുലയട്ടെ, തീവ്രവാദം തുലയട്ടെ എന്നുള്ള മുദ്രാവാക്യമാണ് ഇപ്പോൾ കാശ്മീരിൽ നിന്ന് ഉയരുന്നത്. ഈ മീഡിയ വണ്ണിന്റെ ദാവൂദും ഈ വാനര സംഘങ്ങളും വളരെ ഹൃദയവേദനയോടെയാണെങ്കിലും ഇതൊക്കെ ഉയർത്തിക്കാട്ടി ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. അതിനവർ പല നിരീക്ഷണങ്ങളൊക്കെ കണ്ടെത്തുന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യേണ്ട ഒരു ഗതികേടിലാണ് ഇപ്പോൾ മീഡിയ വൺ എത്തിപ്പെട്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത്, പ്രകീർത്തനമൊക്കെ ആയിക്കോട്ടെ, മുസ്ലിങ്ങളെ പ്രകീർത്തിക്കുന്നതിൽ നമുക്കാർക്കും വിരോധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, ഈ രാജ്യത്തുള്ള എല്ലാ മുസ്ലിങ്ങളും മോശക്കാരാണ്, തീവ്രവാദികളാണെന്നുള്ള അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെന്നും ഞാൻ കരുതുന്നില്ല. പക്ഷെ ഈ നല്ലവരായവരുടെ കൂട്ടത്തില് നമ്മുടെ ഈ ദാവൂദ് പോലെയുള്ളവരുടെ വാനര സംഘങ്ങൾ വന്നു പെട്ടതാണ് മുസ്ലിങ്ങളെ ഇന്ന് നേരിടുന്ന ഒരു പ്രശ്നം. മാത്രമല്ല, നമ്മുടെ അന്ന് ജലീല് അന്ന് കൃത്യമായിട്ട് പച്ചയ്ക്ക് പറയുകയുണ്ടായി, ഈ മീഡിയ വൺ വർഗീയത വിളമ്പുന്ന, രാജ്യദ്രോഹം പരത്തുന്ന ഒരു ചാനലാണെന്ന് അന്ന് ജലീല് പച്ചയ്ക്ക് പറയുകയുണ്ടായി. അതുപോലെ ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ യഥാർത്ഥത്തിൽ തെറ്റിദ്ധാരണ പരത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. പഹൽഗാമിലുണ്ടായ ഒരു അറ്റാക്ക്, തീവ്രവാദി അറ്റാക്കിനെ നിങ്ങൾ വെള്ളപൂശാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. നമുക്ക് മറ്റൊരു കാര്യം നമുക്ക് നോക്കാം. അതായത് 47-ൽ കാശ്മീരിലെ ജനസംഖ്യ
അതായത് മുസ്ലിം 70%, ഹിന്ദുക്കൾ എന്ന് പറയുന്നത് 20%. ഞാനവിടെ പ്രധാനപ്പെട്ട രണ്ട് മതത്തിന്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. തുടക്കം നമുക്കറിയാം, തുടക്കം ബുദ്ധമതത്തോടു കൂടിയായിരുന്നു. ബുദ്ധമതത്തോടു കൂടിയായിരുന്നെങ്കിലും ആ മതവും അതിനോടൊപ്പം തന്നെ മറ്റു മതങ്ങളും ഒക്കെ 2024 ആയപ്പോൾ ഇങ്ങനെ വിരലിൽ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന രീതിയിലേക്ക് ചുരുങ്ങി കഴിഞ്ഞു. ഇന്നവിടെ മുസ്ലിം 95.41%. അവിടുത്തെ ഹിന്ദുവിന്റെ എണ്ണം എത്രയാണെന്ന് അറിയാമോ? വെറും 2.42%. മറ്റുള്ളവരെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ അവിടെ. ഇവരൊക്കെ എവിടെ പോയി? നിന്റെയൊക്കെ കുണ്ടന്മാർ വെടിവെച്ച് കൊന്ന് തീർത്തതല്ലേ? അറിയാമല്ലോ നമ്മൾ അവിടുത്തെ പണ്ഡിറ്റുകളുടെ കഥ. പണ്ഡിറ്റുകളുടെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാശ്മീരിലെ വെറും കഥകളായി മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇത്തരത്തിൽ പണ്ട് നടന്നിട്ടുള്ള ഈ തീവ്രവാദി അറ്റാക്കുകളൊക്കെ, ഈ കൂട്ടക്കൊലയൊക്കെ വെളുപ്പിച്ചെടുക്കാനുള്ള ഒരു നരേഷനാണ് ഇപ്പോൾ അങ്ങനെയുള്ള ഒരു പാഴ്ശ്രമമാണ് ഇപ്പോൾ ഈ മീഡിയ വൺ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 2019 ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിന് ശേഷമുള്ള ഒരു മാറ്റം ഇന്ന് കാശ്മീരിൽ പ്രകടമാണ്. അതൊക്കെ തിരിച്ചറിയുന്ന ഒരു ജനതയാണെന്ന് അവിടെ ഉള്ളത്. ആ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് അവരവിടെ സമാധാനത്തോടുകൂടി അവിടെ ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാശ്മീരിൽ സമാധാനം വന്നതോടുകൂടി ഈ ടൂറിസ്റ്റുകളുടെയൊക്കെ ഒരു വൻ പ്രവാഹമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 2023 2 കോടി ടൂറിസ്റ്റുകളാണ് അവിടെ വിസിറ്റ് ചെയ്തത്. ഈ 2025 20-30% വർധനവും അവിടെ പ്രതീക്ഷിച്ചിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മാത്രമല്ല അവിടെ 20-25 ലക്ഷം പേർക്ക് പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഇതിന്റെ ഗുണം കിട്ടും. ഇന്ന് കാശ്മീരികളുടെ പോക്കറ്റ് നിറയെ കാശാണ്. അവർ തൃപ്തരാണ്, സന്തുഷ്ടരാണ്, സമാധാനത്തോടുകൂടി അവർക്ക് ജീവിക്കാൻ അവിടെ കഴിയും. ഇപ്പോൾ അവർ കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. ഈ തീവ്രവാദികൾ എന്ന് പറയുന്നത് നമ്മുടെ കഞ്ഞിൽ പാറ്റയിടാൻ വരുന്നവരാണെന്ന് അവർ കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അന്നം തരുന്നവരെ ഏവൻ കൊല്ലാൻ വന്നാലും നമ്മുടെ ജീവൻ കൊടുത്തത് തടയും. ഏത് അപകടങ്ങളിലും അവർക്ക് നമ്മൾ സുരക്ഷയാകും. അത് കാശ്മീരിലെ മുസ്ലിങ്ങൾ മാത്രമല്ല, അവിടെ ജീവിക്കുന്ന എല്ലാ നിവാസികളും, അത് ജാതിഭേദമന്യേ അവരത് തന്നെ ചെയ്യും. യഥാർത്ഥത്തിൽ കാശ്മീരിലുണ്ടായ ഈ മാറ്റമാണ് നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നതും അലോസരപ്പെടുത്തുന്നതെന്ന് ആർക്കാണ് ഇത് അറിഞ്ഞൂടാത്തത്? അതായത് കാശ്മീരിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ഈ ഒരു മുദ്രാവാക്യത്തിന്റെ തീക്ഷ്ണഭാവം പാകിസ്ഥാന് ഏതാണ്ട് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഐക്യരായമാനം അവരുടെ ഒരു എയർബേസും അതുപോലെ തന്നെ അവിടെ ആ ബോർഡറിലുണ്ടായിരുന്ന നിവാസികളെയൊക്കെ തൂത്തുവാരിക്കൊണ്ട് അവർ ഉള്ളിലേക്ക് വലിഞ്ഞ് അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ന് കാശ്മീർ ജനത അത് നരേന്ദ്രമോദിക്കൊപ്പമാണ്. ഇനി പാകിസ്ഥാൻ ഒന്ന് പേടിക്കേണ്ടി വരും. കാരണം കാശ്മീരിൽ അവർക്ക് നിൽക്കാനുള്ള ഗ്രൗണ്ട് സപ്പോർട്ട് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. യുദ്ധം നഷ്ടം മാത്രമേ ഉണ്ടാകൂ. പക്ഷേ ഈ തക്ബീർ അത് വിളിക്കുന്നത് നിന്റെ മണ്ണിൽ പാകിസ്ഥാനിൽ മതി, അതുമായിട്ട് നമ്മുടെ ഇന്ത്യ മണ്ണിൽ കാല് കുത്തിയാൽ നിന്റെയൊക്കെ തല ചിതറിക്കും. അതിനുള്ള കരുത്ത് ഇന്ത്യക്കുണ്ട്, അതിനുള്ള മിലിറ്ററി ഫോഴ്സും നമുക്കുണ്ട് എന്നും ബോധ്യപ്പെടുത്തി കൊടുക്കാനായിരിക്കും നരേന്ദ്രമോദി ശ്രമിക്കുക. അത് ആവശ്യവുമാണ്. ജയ് ഹിന്ദ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.